പേരെന്തോ? എൻ്റെ പേര് ഓമനക്കുട്ടെ. ഓച്ചിറ എൻ്റെ വീട്. ഓച്ചിറ. ഞാനിപ്പോ മൂന്നാമത്തെ വർഷമാണ്. മൂന്നാമത്തെ വർഷം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊറ്റംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ചമയവിളക്ക് എന്ന് പറയുന്നത്. പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരം. ഇത്രയും തിരക്ക് ഞാൻ മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല കേട്ടോ. ചമയവിളക്ക് കാണാനെത്തിയ ജനപ്രവാഹമായിരുന്നു ഇത്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ഭഗവതിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ആചാരമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി പുരുഷന്മാരാണ് ഇന്നലെ ഈ ചമയവിളക്ക് എടുക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലെത്തിയത്. ഇത് എത്രാമത്തെ വർഷം? ആദ്യത്തെ വർഷം എടുക്കുന്നത്. ആദ്യത്തെ വർഷം. സ്ഥലം എവിടെയാണ്? സ്ഥലം കുണ്ടറ. പിന്നെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിലാണ്? അല്ല, മോന്റെ ഒരു വഴിപാടുണ്ട്, അതിനെ എടുത്താ. മോനെ ജോലി കിട്ടുക. ഒരു പ്രാവശ്യം അതുപോലെ 2 വർഷം മുമ്പ് അവന് കൊല്ലത്ത് വെച്ച് കണ്ടപ്പോൾ ഒരു ജോലി കിട്ടുമെന്ന് ചോദിക്കും. അപ്പൊ എടുക്കുക, ജോലി കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് ചോദിച്ചു അച്ഛനോട്. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്ത വർഷം അവന് ജോലി കിട്ടി. ആലപ്പുഴ SC കോളേജ് ജോലി കിട്ടി. അപ്പൊ അത് വെച്ചാൽ ആ വഴിപാടിപ്പ് എടുക്കുക. എന്തായാലും പുരുഷന്മാർക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. സത്യത്തിൽ പലർക്കും ഇതിൽ പുരുഷന്മാരാണോ എന്നുള്ള സംശയം വർദ്ധിച്ചു. ശകുന്തളയായി ഒരുക്കിയിരുത്തിയിരിക്കുന്ന ഈ സുന്ദരി പോലും ഒരു കുഞ്ഞു മോനാണ്. അവിടെ നിന്ന് ചേച്ചിമാരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ പുരുഷന്മാരെല്ലാം സ്ത്രീവേഷം കെട്ടിയിറങ്ങിയാൽ നമ്മളെല്ലാം ഔട്ടാകത്തില്ലേ എന്ന്. ഇവരെല്ലാം ചമഞ്ഞിറങ്ങിയപ്പോൾ എന്നാൽ ഒരു സെൽഫി എടുത്താലോ എന്ന് കരുതി പല പുരുഷന്മാരും ഇവരുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കുകയായിരുന്നു. കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പേരെന്തോന്നാ? ഇത് എത്രാമത്തെ കേട്ടോ? ആദ്യമായിട്ടാണ്. സ്ഥലം എവിടെയാണ്? പുത്തൂര്. അപ്പം അറിഞ്ഞാണോ വന്നത് ഇങ്ങനെ? അല്ല, ഞാൻ ഇവിടെ സ്ഥിരം ഞങ്ങൾ കാണാനൊക്കെ വരാറുണ്ട്. അങ്ങനെ കുറെ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാ ഇപ്രാവശ്യം സമയം കിട്ടി. എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കട്ടെ. ഉള്ളിലിരിക്കുന്നല്ലേ? അപ്പൊ രഹസ്യമാണ്. ശരി, ആഗ്രഹം എല്ലാം നടക്കും കേട്ടോ. എന്തായാലും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ത്രീരൂപം കെട്ടി വിളക്കെടുക്കുന്നതിലൂടെ അവർ വിചാരിച്ച കാര്യം സാധ്യമാക്കുമെന്നാണ് പലരുടെയും വിശ്വാസം. അങ്ങനെ അനുഭവം പങ്കുവച്ച ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടായിരുന്നു. തൊട്ടു മുമ്പിലത്തെ വർഷം ചമയവിളക്ക് കാണാൻ വന്ന പലരും ഈ വർഷം ചമയവിളക്ക് എടുത്തു എന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഞങ്ങൾക്കിത് നേരിട്ട് കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. ക്ഷേത്രത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പുരുഷന്മാർ സ്ത്രീവേഷം ധരിക്കേണ്ടത്. തനതായ കേരളീയ വേഷം ധരിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാവൂ. വീട് ഇവിടെ അടുത്ത് തന്നെ, മേവറം. പഠിച്ചോണ്ടിരിക്കുകയാണോ? അല്ല, ഞാൻ അൽഷിഫ നഴ്സിംഗ് കോളേജിലെ ട്യൂട്ടറാണ്, പെരിന്തൽമണ്ണ. എത്ര സമയം എടുത്തു ഒരുങ്ങാൻ? 2 മണിക്കൂറോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ പ്ലസ് 1 ആയി. എക്സാം പാസ്സാവാനാണോ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹം തോന്നി വന്നു. ഇത് എത്രാമത്തെ കേട്ടോ? എത്രാമത്തെ ആദ്യമായിട്ടാ? 2 ദിവസമായിട്ടാണ് ഈ ചമയവിളക്ക് നടത്തപ്പെടുന്നത്. 2ാമത്തെ ദിവസം ആറാട്ടോടെ ഈ ചമയവിളക്ക് സമാപിക്കും. ചമയവിളക്കെടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും 3 വട്ടം വലം വയ്ക്കണം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് ഒരു വനത്തിൻ്റെ ഭാഗമായിരുന്നു. മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരു ശാന്തമായ പ്രദേശം. ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ കുളവും അവിടെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇത് വിഷപ്പാമ്പുകളുടെ സങ്കേതമാണെന്ന് വിശ്വസിച്ചിരുന്നു.
ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെയും ഉത്ഭവത്തെയും അനുസ്മരിപ്പിക്കുന്നതിനായി പുരാതന ക്ഷേത്രത്തിൻ്റെ മാതൃക എല്ലാ വർഷവും നിർമ്മിക്കുന്നു. കുഞ്ഞാലുമൂട്ടിൽ നിന്ന് ദേവി യാത്രയാകുമ്പോൾ കുഞ്ഞാലുമൂട് മുതൽ ആറാട്ടുകടവ് വരെ ഭക്തർ നീണ്ട വരിയിൽ നിൽക്കുന്നു. ഈ ആത്മീയ ഘോഷയാത്ര കാണുമ്പോൾ ഭക്തർക്ക് പരിധിയില്ലാത്ത ആത്മീയ ആനന്ദം ലഭിക്കുകയും ഈ കാഴ്ച എല്ലാവർക്കും ആശ്വാസവും മാനസിക ആനന്ദവും നൽകാനും ജീവിതത്തിലെ അപ്രതീക്ഷിത ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇതൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതും ഒരു ആൺകുട്ടിയാണ്. വലിയവർക്ക് മാത്രമല്ല, ചെറിയ പ്രായത്തിലുള്ള ഏത് പുരുഷന്മാർക്കും ഈ ചമയവിളക്കെടുക്കാം. ചിലരുടെ മുഖത്ത് ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. പിന്നെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഈ പുരുഷനായിരുന്നു എന്ന്. പലരും ആ ധൈര്യത്തോടെ നടക്കുന്നവരുമുണ്ട്. ഇനി ഇതിന്റെ അണിയറയിലേക്കൊന്ന് പോവാം. ഇവരെ എങ്ങനെയാണ് ഒരുക്കി വിടുന്നതെന്ന് കാണണ്ടേ. അപ്പൊ ഈ ചേട്ടന്റെ പേര് നമുക്ക് ചോദിച്ചു നോക്കാം. എൻ്റെ റൂസ്വെൽറ്റ്. റോസ്വെൽറ്റ് അല്ലേ? ഞാൻ ഡാൻസ് സാറാണ്. ഭരതനാട്യം പഠിപ്പിക്കുന്ന സാറാ. ഞാൻ ഇവിടെ 40 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വരികയാണ്. അമ്മയെ നേർന്ന് വരുന്നതാണ് ഞാൻ. അതെ. അപ്പൊ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എനിക്ക് നല്ല തെളിച്ചം ഇവിടെ വന്നതിന് ശേഷം നല്ല തെളിച്ചമുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ. അതന്നെ. അതില് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിലൂടെ അതുപോലെ അമ്മയുടെ അടുത്ത് വരുന്നതിലൂടെയുള്ള സന്തോഷവും ഭയങ്കര സന്തോഷം. അതാ 2 ദിവസം ഭയങ്കര സന്തോഷമായി എനിക്ക് കിട്ടുന്നത്. ഞാൻ പൈസ പ്രതീക്ഷിച്ചല്ല വരുന്നത്. അമ്മയുടെ ഒരു നേർച്ച പോലെ ഞാൻ റേറ്റ് ഒക്കെ കുറച്ച് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത്. അതെ. അപ്പൊ അതിലുള്ള അനുഗ്രഹവും പുള്ളിക്കുണ്ട്. ഉണ്ട്. അമ്മയുടെ 40 വർഷം കൊണ്ട് എനിക്ക് 2 കണ്ണും കാഴ്ചയില്ല. കാഴ്ചയില്ലാതെയാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഞാൻ 2 വർഷം വിളക്കെടുക്കായിരുന്നു. അമ്മച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് എൻ്റെ 2 കണ്ണും ശരിയായി കാഴ്ച കിട്ടി വന്ന് വിളക്കെടുക്കും. പോയതിന് ശേഷം 1 കൊല്ലത്തിനകത്ത് വെച്ച് എനിക്ക് പൈസ വിളിച്ചു തന്നത്. പക്ഷേ 1 കണ്ണ് റെഡിയായി ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഇതിങ്ങനെ എടുക്കാൻ ഒത്തില്ല. ഇനി അടുത്ത വർഷം ആകട്ടെ എന്ന് നേരം വെളുക്കവോളം ഓരോ ആൾക്കാർ വന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വിളക്കെടുക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരുപാട് വീടുകളിലാണ് ഇങ്ങനെ ചമയവിളക്കിനായിട്ടുള്ള മേക്കപ്പ് റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറോളം വേണ്ടിവരും ഒരു പുരുഷനെ ഇങ്ങനെ സ്ത്രീവേഷം കെട്ടിക്കാൻ. ഈ മേക്കപ്പ് മേനേക്ക് ഒന്ന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. ഇതോടൊപ്പം തന്നെ ക്ഷേത്രനടയിൽ എഴുന്നള്ളത്തും ഘോഷയാത്രയുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം രാത്രി 11 മണിയോളം ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. മറ്റൊരു ക്ഷേത്രത്തിലും ഞങ്ങൾ ഇതുപോലത്തെ ആചാരങ്ങളൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ആകാംക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്ന്. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച കുരുത്തോല പന്തലാണ് ഇത്. ഇവിടുത്തെ പ്രധാന ആചാരങ്ങളിലൊന്നാണ്. എല്ലാ വർഷവും ഇങ്ങനെ കുരുത്തോല പന്തൽ കെട്ടും.